ഹലോ. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞിതായിട്ടൊരു മൈലാഞ്ചി ഇട്ടാലോ? മൈലാഞ്ചി ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, ഓണാണെങ്കിലോ വിഷു ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മൈലാഞ്ചി ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും ആർക്കും ഇട്ട് കൊടുക്കാറില്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്യാം, കുറച്ചൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് മൈലാഞ്ചി ഇടാനൊക്കെ അത്യാവശ്യം അറിയാം. സ്വന്തമായിട്ട് ഡിസൈനൊന്നും ക്രിയേറ്റ് ചെയ്യത്തില്ല. അതായത് സ്വന്തമായിട്ട് നമ്മൾ ചില ആളുകളുണ്ടല്ലോ, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ മെഹന്തിയൊക്കെ ഇടുന്ന ആൾക്കാർ, അവർക്ക് തന്നെ ഡിസൈനൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ അവർക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. അവരുടെ മൈൻഡിൽ നിന്ന് തന്നെ കുറേ ഡിസൈൻസൊക്കെ വരും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാനൊരു റെഫറൻസ് കണ്ടുപിടിക്കും, ഒരു ഫോട്ടോ, ആ ഫോട്ടോ നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ ഇടാൻ പറ്റും. കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ഞാനായിരുന്നു. ഒരു കൈ മാത്രം കേട്ടോ ഞാൻ ഇട്ടത്, ഒരു കൈ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇട്ടു. അത് തന്നെ ഞാനൊരു ദിവസം മെനക്കെട്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മെഹന്തി ഞാൻ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻറ്റിന് 2 കൈയിലും ഞാൻ ഇട്ടു. അതൊരു ഭയങ്കര ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്കിഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നില്ലല്ലോ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക. അതിപ്പോൾ എന്താണെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് ഡ്രോയിങ്സൊക്കെയാണ്. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പെയിൻറ്റിങ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണേലും ഞാൻ എങ്ങനെയാണെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ചെയ്തു തീർക്കും, എനിക്കിഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യമൊക്കെ കുഴപ്പമില്ല. പക്ഷേ എന്നാലും അതിനെക്കാട്ടിലും എനിക്ക് കൂടുതലിഷ്ടം ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത് വീട്ടിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടതാട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മെഹന്തി കോൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിടാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെഹന്തി കോൺ എന്ന് പറയുന്നത് ഈ ഒരു അലീനയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു മെഹന്തിയാണ് എനിക്കെപ്പോഴും കംഫർട്ട് ആവാറുള്ളത്. ഇത് മാത്രമാണ്. കളറൊക്കെ വരാൻ കുറച്ച് ടൈമൊക്കെ പിടിക്കും, പക്ഷേ എന്നാലും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ്. ഓർഗാനിക്കൊന്നും ഞാൻ അങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഞാൻ യൂസ് ചെയ്ത് ഓർഗാനിക്കായിരുന്നു.